ഗൺമാന് ക്ലീൻ ചിറ്റ് കൊടുക്കാമോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ ഗൺമാന് നേരത്തെ തന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. ഇപ്പോൾ പോലീസിന് റിപ്പോർട്ട് നാൽപ്പാടി പോലീസിന് വാസുവിൻ്റെ റിപ്പോർട്ടുണ്ട്. കാര്യത്തിലേക്ക് വരിക. നോക്കൂ, ഇത് ആദ്യമായിട്ടല്ലല്ലോ ഒരു ഗൺമാൻ ഏതെങ്കിലും തരത്തിൽ ഫിസിക്കലായി ആക്രമിക്കുന്നത്. നേരത്തെ നാൽപ്പാടി വാസുവിൻ്റെ കാര്യത്തിനകത്ത് നാൽപ്പാടി വാസുവിനെ സുധാകരൻ്റെ ഗൺമാൻ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് അത് ഒരു നിയമ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. ആ നിയമ നടപടിയിലേക്ക് പോയപ്പോൾ ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുണ്ട്. സുധാകരൻ്റെ കാറിന് യാതൊരു വിധത്തിലുള്ള കേടുപാടും സംഭവിച്ചിട്ടില്ല. കാറിന് നേരെ ആക്രമണം ഉണ്ടായത് കൊണ്ടല്ല വെടിവെച്ചത് എന്ന് തെളിയിക്കാൻ ആ, ആ കേസിൽ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരാളെ വെടിവെച്ചു കൊല്ലുകയാണ്. എന്താ അക്കാര്യത്തിൽ സുധാകരനെതിരെ ഉണ്ടായിരുന്ന ആക്ഷേപം? സുധാകരൻ്റെ കാറ് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഈ കശുവണ്ടി വിൽക്കാൻ വന്നിട്ടുള്ള നാൽപ്പാടി വാസു അവിടെ ഇരുന്നു കൊണ്ട് പരിഹസിച്ചു എന്നാണ്. അതിന് പ്രകോപിതനായിട്ടുള്ള സുധാകരൻ പിന്നോട്ടേക്ക് കാറെടുത്ത് അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുകയും ആ സംഘർഷത്തിൽ പേടിച്ചോടിയിട്ടുള്ള ആ, ഈ നാൽപ്പാടി വാസു എന്നയാൾ കുഴിയിൽ വീണു. കുഴിയിൽ വീണപ്പോൾ സുധാകരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വെടിവെച്ച് കൊന്നു നാൽപ്പാടി വാസുവിനെ എന്നാണ്. പക്ഷേ ഗൺമാൻ ജോൺ ജോസഫ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതുകൊണ്ട് ആ കേസിൽ പ്രതി ഗൺമാൻ ജോൺ ജോസഫായി എന്നുള്ളതാണ്. അന്ന് സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ ഉദ്ധരിച്ചിരുന്നു. ഒന്നുകൂടി പറയാം. തോക്ക് പിന്നെന്തിനാ കൊടുത്തത്? ഉമ്മ വെക്കാനാണോ? കാക്കയെ വെടിവെക്കാനാണോ? എൻ്റെ ഗൺമാന് തോക്ക് കൊടുത്തത് എന്നെ ആക്രമിക്കാൻ വരുന്നവരെ വെടിവെക്കാനാണ്. എന്നെ ഇനിയും ആക്രമിക്കാൻ വന്നാൽ ഇനിയും വെടിവെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേ സുധാകരൻ തന്നെ മട്ടന്നൂർ അങ്ങാടിയിൽ പറഞ്ഞത് ഒരു സി പി എംകാരനെ കൊന്ന ശേഷമാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ ഓരോരുത്തരും സി പി എംകാരെ കൊന്ന് കുടൽമാലയുമായി വന്നാൽ ഞാൻ പൂമാലയിട്ട് സ്വീകരിക്കും എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ നവകേരള സദസ്സിൽ പിണറായി വിജയൻ്റെ നവകേരള സദസ്സിലേക്ക് എത്തുന്നത്. നവകേരള സദസ്സിൻ്റെ ഈ ഗൺമാൻ്റെ അറ്റാക്കിനെ കുറിച്ച് പറയുന്നത് അത് ക്രൂരമായിരുന്നു. ആ തല്ല് ക്രൂരമായിരുന്നു എന്ന കാര്യത്തിൽ പക്ഷേ നിയമപരമായി ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതെ നിവൃത്തിയില്ല എന്നുള്ളത് നമുക്ക് മുന്നുദാഹരണങ്ങളിലൂടെ വ്യക്തമാകുന്നു എന്നുള്ളതാണ്. ഇന്ന് പിണറായി വിജയൻ ഈ സംഭവത്തെ ഒരു സമഗ്രമായി വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഈ ബസ് സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസോ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നു. അതെന്താണ്? വാഹനത്തിൻ്റെ മുന്നിലേക്ക് ചാടുക, എന്നിട്ടൊരു അപകടമുണ്ടാക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് അതിനപ്പുറത്തേക്കുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കണം, എന്നിട്ട് മറ്റു വിഷയങ്ങൾ ഉയർത്തുക. ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മറ്റു വിഷയങ്ങൾ ഉയർത്തുക എന്ന് വെച്ചാൽ ആത്മഹത്യാ സ്ക്വാഡ് തന്നെയാണ് ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസ് എന്ന ആക്ഷേപമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഉന്നയിക്കുന്നത്. കെ സുധാകരൻ്റെ ഒരു ഉദ്ധരണിയും പിണറായി വിജയൻ എടുത്തു ചേർക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകർ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, ഈ ആത്മഹത്യാ സ്ക്വാഡായിട്ട് എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന്. അപ്പോൾ കെ സുധാകരൻ പറയുന്നത് എന്താണ്? വാഹനത്തിൻ്റെ മുന്നിലേക്ക് ആളുകൾ ചാടിയാൽ ആ ചാടുന്നവരെ നോക്കിയാൽ പോരെ, നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന ചോദ്യം കെ സുധാകരൻ ഉയർത്തുന്നുണ്ട്. അതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് പിണറായി വിജയൻ എടുത്ത് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഉദ്ദേശമുണ്ട് എന്ന് സി പി എം മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഗൺമാന്മാർ അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ അലർട്ടായിട്ടുള്ളത്, ജാഗ്രതയായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ മുന്നിലേക്ക്, വാഹനത്തിൻ്റെ മുന്നിലേക്കോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അടുത്തേക്കോ വരികയാണെങ്കിൽ ശാരീരികമായി കയ്യേറ്റം ചെയ്യണം എന്നുള്ള നിലയിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന പോലെ ഒരാൾ മറ്റൊരാളെ അടിക്കുമ്പോൾ, അതിനകത്ത് ഞാൻ വി ഡി സതീശനെ കോട്ട് ചെയ്യുകയാണ്. അതായത് മറ്റൊരാളുടെ കുഞ്ഞിനെയാണ് നിങ്ങൾ അടിക്കുന്നത്, മറ്റൊരാളുടെ മകനെയാണ്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇതേ പ്രായമുള്ള മക്കളുണ്ട്. അപ്പോൾ അവരെ അടിക്കുമ്പോൾ അത് ആ നിലയിൽ ഒരു കരുണാർദ്രമായിട്ടുള്ള മനസ്സോടുകൂടി പിണറായി വിജയന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള വി ഡി സതീശൻ്റെ ആക്ഷേപവും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും നിയമപരമായ നടപടികളിലേക്ക് പോകുമ്പോൾ ഒരു പി എസ് ഒയെ സംബന്ധിച്ചിടത്തോളം, ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറെ സംബന്ധിച്ചിടത്തോളവും നേരത്തെ ശ്രീ ആൻഡ്രൂ അഗസ്റ്റിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് വെറും ഒരു മുഖ്യമന്ത്രിയുടെ വാഹനം മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സാണ് മുന്നോട്ട് പോകുന്നത്. ആ ബസ്സിനെതിരായിട്ടുള്ള ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുക എന്നുള്ളതാണ് ഇവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യം. അവിടെ പിണറായി വിജയനോട് അടിക്കണോ എന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ആ വാഹനത്തിൻ്റെ നേരെ വരുന്ന എന്തിനേയും ചെറുക്കുക എന്നുള്ളതാണ് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുടെ മുന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യം എന്നുള്ളത്. നോക്കൂ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെ ഒരു ഫൈനൽ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസങ്ങൾക്കുള്ളിൽ നവകേരള സദസ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
വലിയ നിലയിലുള്ള പോലീസ് സന്നാഹമാണ് തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാന ദിവസത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത്. അന്ന് തന്നെയാണ് DGP ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കാകെ കേരളത്തിൽ ഉള്ളത് എത്ര പോലീസാണ്? എനിക്ക് തോന്നുന്നത് 61,000 പോലീസുണ്ട്. അതിൽ 24,000 പോലീസ് മാത്രമാണ് പോലീസ് സ്റ്റേഷനുകളിലുള്ളത്. 2,500 പോലീസ് ശബരിമലയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ മാത്രമല്ല, പമ്പ, നിലയ്ക്കലെല്ലാം കൂടെ ചേർത്താൽ 2,500. ബാക്കി എത്ര ആകെ ഉള്ളത്? ഏറ്റവും കുറഞ്ഞത് ഒരു 20,000 പോലീസ് മാത്രമാണ് പോലീസ് സ്റ്റേഷനിലുള്ളത്. അതിൽ തന്നെ ഒരു വലിയ വിഭാഗത്തെ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന നവകേരള സദസ്സിലേക്ക് വിന്യസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റന്നാൾ വളരെ നിർണായകമാണ്. കാരണം DGP ഓഫീസ് മാർച്ചുണ്ട്, അതുപോലെ തന്നെ നവകേരള സദസ്സിൻ്റെ സമാപനമുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർന്ന് വലിയ നിലയിൽ ഒരു ക്രമസമാധാന കാരണം ആര് ജയിച്ചു ആര് തോറ്റു എന്നത് സംബന്ധിച്ച് എപ്പോഴും എന്താ പറയേണ്ട ഒരു വ്യക്തത വരുത്താൻ പരസ്പരം മത്സരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഇരു കൂട്ടരും വാശിയേറിയ രീതിയിൽ ഇന്നിപ്പോൾ KSU മാർച്ചിൽ നമ്മളത് കണ്ടതാണ്. എന്തൊക്കെയാണ് വലിച്ചെറിഞ്ഞത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഒരുക്കങ്ങളോടുകൂടിയാണ് KSU വന്നിട്ടുള്ളത്. മറ്റന്നാൾ ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മാർച്ചിൽ എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത എന്തിനാണിതൊക്കെ? നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നവകേരള സദസ്സ് എന്ന് പറയുന്ന സർക്കാർ പരിപാടിയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി വഞ്ചനാ സദസ്സോ മറ്റോ വിചാരണ സദസ്സ് UDF നടത്തിയിരുന്നു. ആ സദസ്സുമായി അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അതിനപ്പുറത്തേക്ക് നവകേരള സദസ്സിനെ കലാപകലുഷിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇറങ്ങി തിരിച്ചത് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. Meet the editors.